ഇടുക്കിയിലേക്ക് പോവുകയാണ്. നന്ദുഷ നൽകും വിവരങ്ങൾ. നന്ദുഷ, ഈ പ്രധാനപ്പെട്ട മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് മണ്ണിടിച്ചിലൊക്കെ തന്നെ മുന്നറിയിപ്പുകളായി നിൽക്കുന്ന മണ്ണിടിച്ചിൽ സാഹചര്യമൊക്കെ മഴക്കാലത്തും കാറ്റിലുമൊക്കെ ഉണ്ടാകുന്ന മേഖലകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ജാഗ്രതാ നിർദ്ദേശം എങ്ങനെ? ഇതുവരെയുള്ള കണക്കനുസരിച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? പ്രജീഷ്, 2 ദിവസമായി ജില്ലയിലെ പല മേഖലകളിലും കനത്ത മഴയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴിതാ ശക്തമായ കാറ്റും വീശി തുടങ്ങിയിട്ടുണ്ട്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായി. ഇന്ന് പുലർച്ചെയും മണ്ണിടിച്ചിലുണ്ടായി. വിൽസൺ എന്ന് പറയുന്ന ദേവികുളത്തെ ആളിന്റെ വീടിന് മുകളിലേക്ക് കൽക്കറ്റിടിഞ്ഞു വീണ് വലിയൊരു അപകടമാണ് ഉണ്ടായത്. വിൽസന്റെ ഭാര്യയും മകളുമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. അവർ അടുക്കള ഭാഗത്തു നിന്ന് ഓടി മാറിയതിനാൽ ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത്. അതോടൊപ്പം തന്നെ ഇന്നലെ കോളനിക്ക് മേൽ MG കോളനിക്ക് മേൽ മണ്ണിടിഞ്ഞു വീണ് ഒരു യുവതി മരിച്ചിരുന്നു. അതോടൊപ്പം ജില്ലയിലെ പല മേഖലകളിലും മരം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചാൽ കുറച്ചുകൂടി അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അടിമാലി മേഖലയിലാണ്. ഇവിടെ എനിക്ക് പിന്നിൽ ഒരു വലിയ വെള്ളച്ചാട്ടമാണുള്ളത്. ഇവിടെ ശക്തമായ ഒഴുക്കാണ് ഈ വെള്ളച്ചാട്ടത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജലപ്രവാഹമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കനത്ത മഴയും കനത്ത കാറ്റുമാണ് ഈ മേഖലയിൽ വീശുന്നത്. ഈ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം 3 ഡാമുകൾ തുറന്നിട്ടുണ്ട്. മലങ്കര, പാംബ്ല, അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി ഡാമുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. മലങ്കര ഡാം 1 മീറ്ററോളമാണ് ഉയർത്തിയിട്ടുള്ളത്. കല്ലാർകുട്ടി, പാംബ്ല ഡാമുകൾ 30 സെന്റിമീറ്റർ വീതവും ഉയർത്തിയിട്ടുണ്ട്. നിയന്ത്രിതമായ അളവിൽ ജലം ഒഴുക്കി വിടുകയാണ്. വൃഷ്ടിപ്രദേശത്ത് മഴ കനക്കുകയാണെങ്കിൽ ഡാമിൽ തുറന്നിരിക്കുന്ന ഷട്ടറുകൾ വീണ്ടും ഉയർത്താനാണ് സാധ്യത. ഇപ്പോൾ അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. മൂന്നാറിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതോടൊപ്പം വാഗമൺ, ഏലപ്പാറ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കനത്ത മഴയാണ് പെയ്യുന്നത്. ഈ മഴ കണക്കിലെടുത്ത് ജില്ല ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം രാത്രി യാത്രയ്ക്കും നിരോധനമുണ്ട് ജില്ലയിലൂടെ. വിനോദസഞ്ചാര മേഖലയായിട്ടുള്ള മാട്ടുപ്പെട്ടി, കുണ്ട്ര ഡാമിന്റെ പരിസരത്തൊക്കെ തന്നെ കനത്ത അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ആളുകൾ ക്യാമ്പ്. തീർച്ചയായും ഇടുക്കിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ തന്നെ മലയോര മേഖലകളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടത് ഉണ്ട്. മണ്ണിടിച്ചിൽ മേഖലകളുണ്ട്, ദുർബല പ്രദേശങ്ങൾ ഉണ്ട്. നിർമ്മാണങ്ങൾ നടക്കുന്ന മേഖലകളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലുള്ള സാധ്യതയൊക്കെ മുൻനിർത്തിയുള്ള നീക്കങ്ങളും സുരക്ഷയും ഒക്കെ തന്നെ സ്വയം കരുതലും വേണം. അവിടെ ഡാമുകളൊക്കെ തന്നെ തുറന്ന് വിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ തുറന്നുവിട്ട സാഹചര്യത്തിൽ തന്നെ നീരൊഴുക്ക് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആളുകൾ പ്രത്യേക ശ്രദ്ധ പാലിക്കുകയും വേണം. അങ്ങനെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അടിക്കടി ഉണ്ടാകുന്ന മുന്നറിയിപ്പുകൾ അത് ശിരസാ വഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ സ്വയം കരുതൽ സ്വീകരിക്കണമെന്നാണ് ദുരന്ത നിവാരണ സേനയൊക്കെ തന്നെ നേരത്തെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പുകൾ. അത് സ്വീകരിക്കണം. ജലപ്രവാഹം ഉയർന്നുണ്ട്. നമുക്ക് കാലാവസ്ഥയെ പ്രവചിക്കാൻ ആകില്ല. എപ്പോഴും സാഹചര്യങ്ങൾ മാറും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ പാലിക്കണം. നന്ദുഷ, ആ ദൃശ്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് ജലാശയങ്ങളും അരുവികളും ഒക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കണം. മഴയുടെ ജില്ലയിലെ തോത് എങ്ങനെ മാറിയേക്കാം? പ്രതീഷ്, പെരിയാറ്റിലും മുതിരപ്പുഴയാറ്റിലും അതോടൊപ്പം തന്നെ തൊടുപുഴയാറ്റിലും ഒക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഡാമുകൾ തുറന്നു വിട്ടതിനാലാണ് ഇത്ര പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരപ്രദേശങ്ങളിൽ ഉള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അടിമാലി മേഖലയിലെ ചെറു തോടുകളൊക്കെ തന്നെ കര കവിഞ്ഞൊഴുകുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അടിമാലി വാളറ മേഖലയിലാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഒഴുക്കാണ്. നേരിയ തോതിൽ മാത്രം ജലം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ വലിയൊരു മലവെള്ളപ്പാച്ചിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഏതായാലും ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ 25ഓളം കുടുംബങ്ങളെയാണ് മൂന്നാർ മേഖലയിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. NDRFന്റെ ഒരു സംഘം മൂന്നാർ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിലൊക്കെ തന്നെ അവർ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി എത്തിയിരുന്നു. ഇപ്പോഴും ദേവികുളം, മൂന്നാർ മേഖലകളിൽ അവർ ക്യാമ്പ് ചെയ്യുകയാണ്. അഗ്നിശമന സേനയുടെ സേനാംഗങ്ങളും സദാ സജ്ജരായി ജില്ലയുടെ വിവിധ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര മേഖലയിൽ എത്തുന്നവർ കൃത്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ പാലിച്ചു വേണം പെരുമാറാനെന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഒഴുക്കുവെള്ളത്തിൽ പങ്കുവച്ചത് അങ്ങനെ ജില്ലാ ഭരണകൂടത്തിന്റെ ഓരോ നിമിഷത്തെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം. പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അത് മാതൃഭൂമി ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്വയം കരുതലെടുത്ത്
മുന്നോട്ട് പോകണമെന്നാണ് ഇടുക്കിയിലെ ഈ കാഴ്ചകൾ നമ്മോട് പറയുന്നത്.